ആർക്കെങ്കിലും ഒരാൾ ഉപ്പ് നൽകിയാൽ ആ ഉപ്പ് ഉപയോഗിക്കുന്ന ഏതെല്ലാം വസ്തുവുണ്ടോ ആ വസ്തുക്കളെയൊക്കെ സ്വതക്ക ചെയ്തവനെ പോലെ ഒരാളുടെ അടുക്കല് വെള്ളമുണ്ടായിരിക്കെ അവൻ ആ വെള്ളത്തിൽ നിന്ന് ആർക്കെങ്കിലും കുടിപ്പിച്ചാൽ 60 അടിമകളെ മോചിപ്പിച്ചവനെ പോലെയാണ്. ആയിഷ, ഒരാൾ ആർക്കെങ്കിലും ഒരു തീ നൽകിയാൽ ആ തീയ് കൊണ്ട് എന്തൊക്കെ വേവിക്കപ്പെടുമോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, സൂറത്തുൽ മാഊനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പരലോകത്ത് വലിയ നാശവും പരാജയവും രുചിക്കേണ്ടി വരുന്ന 3 ദുർഗുണങ്ങളാണ് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. അതിലൊന്ന് നിസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധയാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഊനിൽ പറയുന്നു, നിസ്കാരക്കാർക്കാണ് നാശം. അഥവാ വൈല് എന്ന നാശമുള്ളത്, നരകമുള്ളത് അത് നിസ്കാരക്കാർക്കാണ്, നിസ്കരിക്കുന്നവർക്കാണ്. എങ്ങനത്തെ നിസ്കാരക്കാർക്കാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ തങ്ങളുടെ നിസ്കാരത്തെപ്പറ്റി അശ്രദ്ധരാണ്. അവർക്ക് തോന്നിയതുപോലെ നിസ്കരിക്കുന്നവരാണ്. സമയമായാൽ ആദ്യ സമയത്ത് തന്നെ നിസ്കരിച്ചോളണം. അതൊരു വിശ്വാസിയുടെ ലക്ഷണമാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നത് മുനാഫിഖിൻ്റെ, കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. സന്തോഷവേളകളിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ട്. കല്യാണമാകട്ടെ, സൽക്കാരമാകട്ടെ, മറ്റു ടൂർ പ്രോഗ്രാമുകളാവട്ടെ, അതിനൊക്കെ പോകുന്ന പലരും നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാറില്ല എന്നത് ഒരു വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരക്കാരെ കുറിച്ച് പറയുന്നത് നോക്കൂ. മൻ ഫാതതുഹു സ്വലാത്തുൻ ഫകഅന്നമാ വുതിറ അഹ്ലുഹു വമാലുഹു. ഏതെങ്കിലും ഒരു നിസ്കാരം ഒരാൾക്ക് ഖളാ ആയാൽ കുടുംബവും സമ്പത്തും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടവനെ പോലെയാണവൻ. ചില ആളുകൾ, ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ജോലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ കച്ചവടത്തിന് പോകുന്നവർ, അല്ലെങ്കിൽ പകൽ സമയം ഒഴിവില്ല എന്ന് പറയുന്ന ആളുകൾ എല്ലാ നിസ്കാരങ്ങളും കിടക്കാനൊരുങ്ങുന്ന സമയത്ത് എല്ലാം കൂടെ ഒറ്റ സമയത്തിലങ്ങ് നിസ്കരിച്ച് തീർക്കുന്നവരുമുണ്ട്. ഇവിടെ ഒരു കാരണവും ഇല്ലാതെയല്ലേ എല്ലാ നിസ്കാരവും ഒരു സമയത്ത് നിർവഹിക്കുന്നത്. ഈ കാലത്ത് എന്ത് കാര്യത്തിനും സമയം കിട്ടുന്നുണ്ട്, പക്ഷേ നിസ്കാരത്തിന് മാത്രം സമയം കിട്ടുന്നില്ല എന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അത് ശരിയായ നടപടിയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ജമഅ ബൈന സ്വലാത്തൈനി മിൻ ഗൈരി ഉദ്രിൻ ഫഖദ് അതാ ബാബൻ മിൻ അബ്വാബിൽ കബായിർ. ഒരു കാരണവുമില്ലാതെ 2 നിസ്കാരങ്ങളുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടൽ വന്നാൽ അവൻ വൻദോഷങ്ങളുടെ ഇനങ്ങളിൽ ഉള്ളതായ ഒരു കാര്യം, ഒരു ഇനം അവൻ ചെയ്തു. അഥവാ നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് തന്നെ വൻ ദോഷമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാം, ഹുവൽ മുസല്ലി അല്ലദീ ഇൻ സ്വല്ലാ ലം യർഹു ലഹാ സവാബാ വഇൻ തറകഹാ ലം യഖ്ശ അലൈഹാ ഇഖാബാ. ഈ അശ്രദ്ധരായി നിസ്കരിക്കുന്നവൻ ആരാന്നറിയോ? ഫവൈലുൽ ലിൽ മുസല്ലീൻ
അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ, അശ്രദ്ധരായി നിസ്കരിക്കുന്ന ആളുകൾക്കാണ് വൈലി എന്ന നാശമുള്ളത്. അത് ആരാന്നറിയോ? അവൻ നിസ്കരിച്ചാൽ തന്നെ അത് നിസ്കരിക്കപ്പെടണമെന്നോ അതിന് പ്രതിഫലമോ ആഗ്രഹിക്കാത്തവനാണ്. ഇബ്നു അബ്ബാസ് റഹിമഹുല്ല പറയാണ്, ഇനി അവൻ നിസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയുമില്ല, അത്തരക്കാരാണ് അവർ എന്ന് ഒരു അഭിപ്രായം തഫ്സീറുകളിൽ കാണുന്നു. അതേപോലെ തന്നെ അല്ലദീന യുഅഖിറൂനഹാ അൻ ഔഖാതിഹാ, നിസ്കാരം അതിൻ്റെ സമയത്തെയും വിട്ട് പിന്തിക്കുന്നവരാണ്. ളുഹറിൻ്റെ സമയത്ത് ളുഹർ നിസ്കരിക്കാതെ അസറിൻ്റെ സമയത്ത് ളുഹറും അസറും കൂടി നിസ്കരിക്കുന്ന ആളുകളാണ് അവർ എന്നും അഭിപ്രായമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വീണ്ടും പറയുന്നു, ഹുമുൽ മുനാഫിഖൂന, അവർ മുനാഫിക്കുകളാണ്, കപട വിശ്വാസികളാണ്. യത്റുകൂന സ്വലാത്ത സിറ യുസല്ലൂനഹാ അലാനിയതാൻ, അവർ രഹസ്യമായി ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ നിസ്കാരം അവർ ഉപേക്ഷിക്കുന്നു. പരസ്യമായി കൊണ്ട് ജനങ്ങൾക്കിടയിലാണെങ്കിൽ അവർ വലിയ നിസ്കാരക്കാരുമാണ്. അവരാണ് മുനാഫിക്കുകൾ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും കപട വിശ്വാസികൾ അള്ളാഹുവിനെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. അവർ നിസ്കാരത്തിന് നിന്നാൽ മടിയന്മാരായി കൊണ്ടും ആളുകളെ കാണിക്കാൻ വേണ്ടിയുമാണ് നിൽക്കുന്നത്. അവർ അവരുടെ നിസ്കാരത്തിൽ അല്പം മാത്രമേ അള്ളാഹുവെ ഓർക്കുകയുള്ളൂ. അപ്പം നിസ്കാരത്തെ തന്നെ അശ്രദ്ധമായി കാണുന്നവരാണ് അവർ. എന്നാൽ നിസ്കാരത്തിനുള്ളിൽ ശ്രദ്ധക്കുറവ് വരാം, മറവി വരാം. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനല്ലേ, മറവി വരാലോ. അപ്പോൾ നിസ്കാരത്തിൽ പലതും മറക്കാം. അത് വമിൻ സമ്മ അസ്ബത്തൽ ഫഖഹാഉ ബാബ സുജൂദി സഹവി ഫീ കുതുബിഹിം, ഫഖഹാഉ അവരുടെ കിതാബുകളിലൊക്കെ സഹവിൻ്റെ സുജൂദിൻ്റെ ഒരു അധ്യായം തന്നെ, ഒരു ബാബ് തന്നെ കൊണ്ടുവന്നത് കാണാം. നിസ്കാരത്തിൽ അബ്ആദ് സുന്നത്തിൽ നിന്ന് വല്ലതും മറന്നാൽ അവൻ സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് അത്തഹിയ്യാത്തെല്ലാം ചൊല്ലിയതിന് ശേഷം 2 സുജൂദ് ചെയ്താൽ മതി. നമ്മൾ സാധാരണ സുജൂദ് ചെയ്യുന്നത് പോലെയുള്ള 2 സുജൂദ്, എന്നിട്ട് സലാം വീട്ടുക. ആ സുജൂദിൽ പ്രത്യേകം ചൊല്ലേണ്ട തസ്ബീഹ് സുബ്ഹാന മല്ലാ യനാമു വലാ യസുഹു എന്നാണ്. സഹവിൻ്റെ സുജൂദിൽ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ നിസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധ അതൊരു ദുർലക്ഷണമാണ്. മറ്റൊന്ന്, ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ കാണാനും പ്രസിദ്ധി ലഭിക്കാനും ചെയ്യുക എന്നതാണ്. നാം എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തവും അതിൽ നിന്നുള്ള പ്രതിഫലവുമാണ് ആഗ്രഹിക്കേണ്ടത്. ഇതല്ലാതെ എന്ത് കരുതിയിട്ട് ഏത് സൽക്കർമ്മം ചെയ്താലും പരലോകത്ത് നിരാശ മാത്രമായിരിക്കും. അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നിസ്കാരക്കാർക്കും നാശം. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ചില നിസ്കാരക്കാർക്ക് നാശം. ഏത് നിസ്കാരക്കാരാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ തങ്ങളുടെ നിസ്കാരത്തെപ്പറ്റി അശ്രദ്ധരാണ്. അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നിസ്കാരക്കാർക്കും നാശം. അങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല.
റിയാ വന്നു കഴിഞ്ഞാൽ, ലോകമാന്യം വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾ കാണാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ, ഞാൻ നിസ്കരിക്കുന്നത് മറ്റുള്ളവർ കാണട്ടെ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടൂല. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമാണ് അവർ. വയംനഊന, അവർ മുടക്കും, അൽ മാഊന, മാഊൻ മുടക്കും. ഇവിടെ മാഊൻ എന്നതുകൊണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. തഫ്സീറുൽ ഖുർത്തുബിയിൽ കാണാം, ഫീഹി 12 ഖൗല, 12 ഖൗലുകൾ ഈ വിഷയത്തിലുണ്ട് എന്ന്. അതിൽപ്പെട്ട ഒരു ഖൗല്, അന്നഹു ഇസ്മുൻ ജാമിഉൻ ലിമനാഫിഇൽ ബൈത്തി കൽ ഫഅസി വൽ ഖിദരി വന്നാരി വമാ അശ്ബഹ ദാലിക. മഊൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിൽ ഉപകാരമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണ്. ഏതുപോലെ? ഫഅസ്, മഴു പോലെ, തീയ് പോലെ, കൊത്തി പോലെ, ഉപ്പ് പോലെ, വെള്ളം പോലെ, അതുപോലെ അളവ് പാത്രം, നാഴി, നാരായം, ബക്കറ്റ്, മറ്റു പാത്രങ്ങൾ തുടങ്ങി എന്തൊക്കെ സാധനങ്ങൾ ഒരാളുടെ വീട്ടിലുണ്ടോ അവ ആരെങ്കിലും ചോദിച്ചു വന്നാൽ കൊടുക്കുന്നതിന് മടി കാണിക്കരുതേ. നമ്മുടെ വീട്ടിൽ വല്ല സാധനങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ആ സാധനം ഒന്ന് തരുമോ? ഇപ്പം തരാം. ഒരു കത്തി ഒന്ന് തരുമോ? ഒരു സാധനം മുറിക്കാനാണ് ഇപ്പം കൊടുന്നു തരാം. ആ മഴ ഒന്ന് തരുമോ? വിറകൊന്ന് കീറാനാണ് ഇപ്പം കൊടുന്നു തരാം എന്ന് പറഞ്ഞ് ആരെങ്കിലും തൻ്റെ അയൽവാസികൾ, തൻ്റെ അടുത്ത കൂട്ടുകാർ, ബന്ധുക്കൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ മടി കാണിക്കരുതേ. കാലത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹാ, ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹാ പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, മശ്ശൈഉൽ ലദീ ലാ യഹില്ലു മൻഉഹു, തടയാൻ പാടില്ലാത്ത എന്തെങ്കിലും വസ്തു ഉണ്ടോ നബിയേ? ആരെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിച്ചു വന്നാൽ കൊടുക്കാൻ മനസ്സ് കാണിക്കുക എന്നത് നല്ലൊരു മനസ്സല്ലേ? എന്നാൽ കൊടുക്കാതിരിക്കുക എന്നത് മോശം സ്വഭാവമാണ്. എന്നാൽ തടയാൻ പാടില്ലാത്ത വല്ല വസ്തുക്കളും ഉണ്ടോ നബിയേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അൽ മാഉ വന്നാറു വൽ മിൽഹു, അതെ, വെള്ളവും തീയും ഉപ്പും ആർക്കും തടഞ്ഞുകൂടാ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹാദൽ മാഉ ഫമാ ബാലുന്നാരി വൽ മിൽഹി, നബിയേ, വെള്ളം അത് കുടിക്കാനും കുളിക്കാനും മറ്റു ആവശ്യത്തിനുമൊക്കെ ഉപയോഗിക്കുന്നു, പക്ഷേ ഉപ്പും തീയും അതിൻ്റെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, യാ ആയിഷ, മൻ അഅതാ നാറൻ ഫകഅന്നമാ തസദ്ദഖ ബിജമീഇ മാ തുബിഖ ബിതിൽക്കൻ നാർ. ഓ ആയിഷ, ഒരാൾ ആർക്കെങ്കിലും ഒരു തീയ് നൽകിയാൽ ആ തീയ് കൊണ്ട് എന്തൊക്കെ വേവിക്കപ്പെടുമോ അതെല്ലാം സ്വതക്ക ചെയ്തവനെ പോലെയാണ്. ഒരാൾ വമൻ അഅതാ മിൽഹൻ ഫകഅന്നമാ തസദ്ദഖ ബിജമീഇ മാ തുയ്യിബ ബിഹി ദാലിക്കൽ മിൽഹ്. ആർക്കെങ്കിലും ഒരാൾ ഉപ്പ് നൽകിയാൽ ആ ഉപ്പ് ഉപയോഗിക്കുന്ന ഏതെല്ലാം വസ്തുവുണ്ടോ ആ വസ്തുക്കളെയൊക്കെ സ്വതക്ക ചെയ്തവനെ പോലെയാണ്. ഒമൻ സഖാ ശർബത്തം മിനൽ മാഇ ഹൈസു യൂജദുൽ മാഅ് ഫകഅന്നമാ അഅതക ബിസിത്തീന നസവാ. ഒരാളുടെ അടുക്കൽ വെള്ളമുണ്ടായിരിക്കെ അവൻ ആ വെള്ളത്തിൽ നിന്ന് ആർക്കെങ്കിലും കുടിപ്പിച്ചാൽ
60 അടിമകളെ മോചിപ്പിച്ചവനെ പോലെയാണ്. വമൻ സഖാ ശർബത്തൻ മിനൽ മാഇ ഹൈസു ലാ യൂജദു ഫകഅന്നമാ അഹ്യാ നഫ്സൻ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീആ. വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ആരെങ്കിലും മറ്റുള്ളവർക്ക് കുടിപ്പിച്ചാൽ അവൻ ഒരു ശരീരത്തിന് ജീവൻ നിലനിർത്തിക്കൊടുത്തവനെ പോലെയാണ്. അങ്ങനെ വന്നാൽ അവൻ ജനങ്ങൾക്ക് മുഴുവനും ജീവൻ നിലനിർത്തിക്കൊടുത്തവനെ പോലെയാണ്. അപ്പൊ ആർക്കെങ്കിലും ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാൽ മൻ ജമഅ സലാസഹുന്ന യഅനി തർക്കുസ്സലാ വരിയാ വൽ ബുഖ്ലു ബിൽ മാഊൻ ഫലഹുൽ വൈൽ, അവനാണ് വൈലി എന്ന നരകമുള്ളത്. നിസ്കാരം ഉപേക്ഷിക്കുക എന്ന സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ, ലോകമാന്യം ഒരാൾക്കുണ്ടെങ്കിൽ, മാഊനിനെ തടയപ്പെടുക, പരോപകാര വസ്തുക്കളെ തടഞ്ഞു വെക്കുക എന്നൊരു സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അവന് വൈല് എന്ന നരകമുണ്ട്, അവന് വലിയ നാശമുണ്ട്. അല്ലാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. 3ാമത്തെ ഈ സ്വഭാവം പല ആളുകളിലും ഉള്ളതാണ്. മാത്രമല്ല അതൊരു ഗൗരവപ്പെട്ട വിഷയം കൂടിയാണ്. ഗൃഹോപകരണങ്ങൾ അടക്കമുള്ള ഉപയോഗ വസ്തുക്കൾ വായ്പ ചോദിച്ച് വരുമ്പോൾ അത് നൽകാൻ മടി കാണിക്കുന്നത് മനുഷ്യത്വമില്ലായ്മയുടെ അടയാളമാണ്. മുത്തുനബിൻ്റെ സ്വഹാബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വഹാബത്തെ കിറാമിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നറിയോ? തനിക്കല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉപകാരമുണ്ടാകുമല്ലോ എന്ന് കരുതി അവർക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ പോലും വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചിരുന്നു. ആരെങ്കിലും ചോദിച്ചു വന്നാൽ കൊടുക്കാൻ വേണ്ടിയായിരുന്നു അത്. തനിക്ക് ആവശ്യമില്ല, എന്നാലും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അത് വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ആരെങ്കിലും ചോദിച്ചു വന്നാലോ സന്തോഷത്തോടെ അത് എടുത്തു കൊടുക്കുമായിരുന്നു. നമ്മുടെ അവസ്ഥ എന്താണ്? ആ കൈക്കോട്ടൊന്ന് തരുമോ? ആ കൈക്കോട്ട് ഇപ്പോൾ കാണാമല്ല, അത് ആരോ കൊണ്ടുപോയിക്കാണ്. കൊടുക്കാൻ മടിയായിട്ട് നമ്മൾ കൊടുക്കൂല. എന്നാൽ ചില ആളുകളുണ്ട്, ചില വിദ്വാന്മാർ ആ അറബാനൊന്ന് കാട്ടിക്ക, ആ കോണി ഒന്ന് കാട്ടിക്കാന്ന് പറഞ്ഞാണ് കൊണ്ടുപോകും. നാളെ തന്നെ കൊടുന്നേരാം അല്ലെങ്കിൽ മറ്റന്നാൾ കൊടുന്നേരാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചാൽ ഞാനത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കണമല്ലോ. പിന്നെ വീട്ടിൽ തരുന്ന നോക്കിയാൽ അതൊന്നും കാണൂല, കൊടുത്തിട്ടുണ്ടാവില്ല. അവനവിടെ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് മറന്നു പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളുണ്ട്. പിന്നെ എങ്ങനെ മറ്റുള്ളവർ നമുക്ക് വേറൊരു സാധനം ചോദിച്ചു വന്നാൽ തരിക? അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്ന അമലുകളാക്കി മാറ്റണം, അവനിഷ്ടമുള്ളതാക്കി മാറ്റണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ, സാന്ത്വനപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ ഇഖ്ലാസോടുകൂടെ, വളരെ ആത്മാർത്ഥതയോടുകൂടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.